നമ്മൾ എം ജി റോഡ് അതായത് ബ്രിഗേഡ് റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. ക്രിസ്മസ് ഡേ നൈറ്റിലാണ്, ക്രിസ്മസിന് അതായത് 25 നൈറ്റിലാണുള്ളത്. നമ്മൾ സ്റ്റാർട്ടിങ് ഇതാണ്. ഇത് നല്ല ഇതാണ്, നല്ല ആൾ നിൽക്കുന്നുണ്ട്, ക്രൗഡുണ്ട്, നല്ല ക്രൗഡുണ്ട്. ട്രാഫിക്കൊക്കെ കണ്ട അതുകൊണ്ട് ഫുള്ള ട്രാഫിക് നോക്കുക. ഒരു സിറ്റുവേഷന് അത്യാവശ്യം ഫുള്ള് ആളുകളാണ്, ഫുള്ള് ട്രാഫിക്. പിഞ്ചൂടാ പിടിച്ചോട്ടെ. ഇവിടെ നമ്മൾ ഇത്ര പറയുക ക്രൗഡുള്ള സമയത്ത് ഫാമിലിയോടെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നോക്കണം നമ്മൾ കേട്ടോ. കാരണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മാക്സിമം ഗോൾഡൊന്നും ഉണ്ടാവില്ല നല്ല, കാരണം ഫാമിലി ആണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. ബാച്ചിലേഴ്സ് കുറേ ഉണ്ടാവും ഇവിടെ. അതിൻ്റെ ഒരു രസം ഈ ലൈറ്റിങ്ങാണ്. ലൈറ്റിങ് അതിൻ്റെ രസം ഒന്ന് കിട്ടാ പോലെ ഒരുപാട് കിട്ടുന്നത്. ഇത് ഇതിനേക്കാളും നല്ല ക്രൗഡായിരിക്കും നമ്മളെ ന്യൂ ഇയറിൻ്റെ അന്ന്. ഇന്ന് സാധാരണ ചിലപ്പോൾ അടി കിട്ടില്ലെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നല്ല ജനമായിരിക്കും, ഫുള്ള് ബ്ലോക്കായിരിക്കും, ഒന്നും അനങ്ങാൻ പറ്റില്ല. അപ്പോൾ അന്ന് പോലീസിന് ലാത്തിക്ക് വീശുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കേട്ടില്ല, അതിന് മുമ്പ് ഇപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് അത്ര സ്ട്രോങ് ഉണ്ടാക്കുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് വീശും ഓടിയാൽ മതി. അത്രയും ആളുണ്ടായിട്ടുണ്ട് ഇവിടെ. ഇതിപ്പോൾ നമ്മളിതിന് സ്റ്റാർട്ടിങ്ങാണ്. നമ്മളെ കോഴിക്കോട് മിഠായിത്തെരുവിലേക്ക് നടക്കുന്ന കാര്യം നടക്കാനുള്ളതിനുള്ളൂ. പിന്നെ കുറേ ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്. ഇതേപോലെ കുറേ ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതേപോലെ ഫുള്ളാൻഡിന് അപ്പുറത്തെ കാണും, മറ്റേ ഒരുപാട് കാണാം, അപ്പുറത്തന്നെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ പബ്ബ് എല്ലാം ഉണ്ട് ഇവിടെ. ഇങ്ങനെ നടക്കാം, ഇങ്ങനെ നടക്കാം. ഇതിന് പിടിക്കണം കേട്ടോ. കൈവിട്ട് പോയിരുന്നില്ല. ഇത് ഉപനമ്മതറിയില്ലേ? ഇവിടെ ഈ സ്ഥലത്ത് പറഞ്ഞ എം ജി റോഡ് എന്ന് പറഞ്ഞത് ഈ ഭാഗമുണ്ട്. ഈ ഭാഗത്താണ് ന്യൂ ഇയറിന് നല്ല ആളുണ്ടായത്. ഇത് ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞു, ചർച്ച് സ്ട്രീറ്റ് കണ്ട ആ ബോർഡ് കണ്ട, പോലീസ് വണ്ടി കാണുന്ന ആ ബോർഡിൻ്റെ അവിടെയാണ് ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഇതിന് അങ്ങോട്ട് കുറച്ച് പബ്ബ് അതൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ഉണ്ട്. നല്ല ട്രാഫിക്കുള്ള സമയത്ത് വണ്ടി കയറ്റി വിടാറൊന്നുമില്ല. കണ്ട ആൾക്കാരെ കണ്ട നമ്മൾ കിട്ടുന്നത് എന്നെ പിടിച്ചോട്ടാ. ഫുള്ള് ജനമാണ്, നല്ല ക്രൗഡാണ്.
നാട്ടിൽ നിന്ന് വന്ന വൈഫിൻ്റെ ഉമ്മയും അനിയത്തിയുണ്ട്. അപ്പോൾ വൈഫിൻ്റെ ഉമ്മ ചോദിക്കുന്നത് ഇവിടെ എന്താ കാണാനുള്ളത്. ഇവിടെ അതൊക്കെ തന്നെ ഉള്ളത് അവിടെ കാണാൻ. ഇവിടെ കാര്യമായിട്ട് ഈ കാണുന്നതൊക്കെ ആളുകളെ കാണാം. ഇത് പറഞ്ഞിട്ടുണ്ട് അവിടെ നല്ല നല്ല ക്രൗഡ് ആയിരിക്കും. ഇവിടെ കുറച്ച് അപ്പുറത്തെ മറ്റത്തൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, പബ്ബ് ഇതൊക്കെ ഉണ്ട് ഇവിടെ. ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ കൂടെ ഭയങ്കര സോറി മറ്റേ എന്താ പറയുക ന്യൂ ഇയറിൻ്റെ ടൈമിലൊക്കെ ഭയങ്കര ജനമായിരിക്കുമ്പോൾ ഫുള്ള് ക്രൗഡായിരിക്കും. ഒന്നും അനങ്ങാൻ പറ്റില്ല. ഒരിക്കലും സങ്കടം ആ സമയത്ത് ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് ജസ്റ്റ് 2 കിലോമീറ്റർ അപ്പുറത്ത് നമ്മളെ UB സിറ്റി ഉണ്ട്. UB സിറ്റി നല്ലൊരു വൈബാണ്. UB സിറ്റി നമ്മളെ ഫിലിം സ്റ്റാർസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോകാറുണ്ട്. UB സിറ്റി പോകാറുണ്ട്. ഫിലിം സ്റ്റാർസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഇത് ഒരു മെയിൻ ഒരു പർച്ചേസിങ്ങിൻ്റെ ഇതാണിത്. ഷോപ്പിംഗ് ഇതാണ് ഒരു ഷോപ്പിംഗ് റോഡ് വേണം നമുക്ക് പറയാൻ. നമുക്ക് US പോളോ നല്ല മുമ്പ് കൂടെ അടക്കും ഇതിൽ. ഇവിടെ വന്ന സ്ഥലം ഞാൻ കാണിച്ചു കേട്ടോ. ഇത് വന്ന് നമ്മൾ അവിടെ വന്ന് നമ്മൾ ഇവിടെ വന്ന് ഇവിടുന്നാണ് അത് മുമ്പോട്ട് പോയാ പോയിണ്ടോ അതിനെ പിടിച്ചോട്ടാ. കൈ അടിഞ്ഞു പിന്നെ ഫോണ് പിടിച്ചിട്ട് കൈ അടിഞ്ഞു. ഇത് കണ്ട ഇവിടെ കണ്ട പുറത്തൊക്കെ ഇത് കണ്ട ഫുള്ള് അവിടെ നല്ല ആളാണ്. അതായത് നമ്മൾ MG റോഡ് സ്ട്രൈറ്റ് നടന്നു പോകും. പിന്നെ ഇതിൻ്റെ ഈ കട്ടിങ് കണ്ട അതായത് ഈ ഗല്ലികൾ കണ്ട ഇതിനുള്ളിലൊക്കെ കുറേ ബാറുകൾ, അതായത് പബ്ബൊക്കെ ഉണ്ടാവും. ഇതിലൊക്കെ ഉണ്ടാവും അവിടെ കുറച്ച് പാട്ടും ഡാൻസും മറ്റേ മറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതാണ് ആൾക്കാർ അങ്ങോട്ട് പോകും. പക്ഷേ രസമാണ്. അവിടെ നിൽക്കുന്നുണ്ട് വന്നിട്ടാണ്. ഇതിൻ്റെ കൂടെ മോളുണ്ട്. മോളെ പേരാണ് പിഞ്ചി എന്ന് പറയുന്നത്. മോളെ കൂട്ടം തെറ്റി പോയിട്ടിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞത് എൻ്റെ കൈ വിടലിട്ടാന്ന് പറഞ്ഞത്. നിങ്ങൾ
ഇതിനെ കൊണ്ട് നടന്നതാണ്, ഫോട്ടോ ഷൂട്ടിങ് നടന്നതിൻ്റെ കൂടെ. മറ്റേ പിന്നെ എൻ്റെ ഫോട്ടോ കിട്ടിയില്ല അതിൻ്റെ ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യാതെ നേരെ അങ്ങനത്തെ ഇടാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ വേണം, ഷോർട്ട് വീഡിയോക്കുള്ള വീഡിയോ കൂടി എടുക്കുന്നുണ്ടായിരുന്നു. കണ്ട് MG റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം തന്നെ ആൾക്കാർ ചോദിക്കും എന്തിനാണ് പോകുന്നത് ചോദിക്കും. കാരണം അവർക്ക് ചിലപ്പോൾ ഓക്കെ ആയിക്കോളുന്നുണ്ടല്ലോ, എന്താ ഇപ്പോൾ ഉള്ള കാര്യം എന്താ ഉള്ളത് ചോദിക്കൂടാ. പിന്നെ റെഡിയാവും, പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നു. ഇതാണത് ബാർ മീൻസ് പബ്ബാണ് കേട്ടോ, പബ്ബട്ട മേക്കപ്പിൻ്റെ ഒക്കെ ഷോപ്പുകൾ. ഇത് അതിനുള്ളിൽ കയറുന്ന എൻട്രൻസ് ആണത്, പബ്ബിനുള്ളിൽ കയറുന്ന എൻട്രൻസ് ആണ്. അതിന് മുമ്പ് പോലും എല്ലാ ഫോട്ടോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ, ചീത്തറിയും പ്രൈവസി അല്ല. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇവിടെ. ഇനി കുറേ അങ്ങനെ നടക്കാം. ഇത് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഇവിടെ എന്തൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ടെന്ന് കാണാം. ആ ടെൻഷനായി പോയാ? ഇതാ മിസ്റ്റർ ബാദുഷാ ഉറങ്ങി നിൽച്ചതാണ്. അതിൻ്റെ ഒരു ഇതുണ്ട് ആൾക്ക്, അന്തമിടലുണ്ട്. ചിരിച്ച ഹാപ്പിയൊക്കെ വണ്ടി എടുത്തിട്ട് നമ്മളതിനോട് പോവാ. റോഡ് നേരെ കുറച്ചൊക്കെ വണ്ടി എടുത്തിട്ടുണ്ട്. അത് ഷോപ്പിംഗ് മുക്കാണ്. പിഞ്ച് നിൽക്കട്ടാ. നമ്മളെ സംഭവങ്ങളിതാ ഇവിടെ. സ്റ്റാർബക്സ് ഉണ്ട് ഇവിടെ, രണ്ടെണ്ണം ഉണ്ട് ഇവിടെ കേട്ടോ, ഒന്നപ്പുറത്തുണ്ട്. ഇതിനുള്ളിൽ തന്നെ സാംസങ്ങിൻ്റെ സർവീസ് ഇത് വരുന്നുണ്ട്, ഷോറൂം വരുന്നുണ്ട്. വലിയ ഷോറൂമാണ് നമ്മുടെ സാംസങ്ങിൻ്റെ. ഇതാണ് പോയിട്ടുണ്ടായത്. അപ്പുറത്തതാ ക്രിസ്മസിൻ്റെ എൻട്രൻസ് വെച്ചിട്ടുണ്ട്. ആളൊക്കെ തന്നെ അടി പോയിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. വേറെ ഒന്നും ഉണ്ടാവാറുണ്ട്. കിട്ടുന്നില്ല. അമ്മായിയോടെ ഇതിൻ്റെ ഒരു എൻഡ് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ എൻഡ് ഇതാണ്. ഇതുവരെ വന്നിട്ട്
ഇതുവരെ വരും. ഇതുവരെ വന്നിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കണൊക്കെ പോയിന്റ് ഉണ്ട്. ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ട് ഇവിടെ. ഫോട്ടോ പോയിന്റ് മീൻസ് ഇതാണ് ഇവിടെ. നമുക്ക് ക്രിസ്മസിൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടും. നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കാം. രസമാണ് ഇവിടെ. തിരിച്ച് അങ്ങോട്ടേക്കിനെ പോകും. തിരിച്ച് അങ്ങോട്ടേക്കിനെ പോകും. അതാണ് ഇതിൻ്റെ ഒരു രസം. കുറേ ആളുകളൊക്കെ സാംസങ് ഷോറൂമാണ്. അല്ല, സാംസങ് വലിയ ഷോറൂമാണ് കേട്ടോ. നല്ല വലുതാണ് സാംസങ്. ഇതിന് മുമ്പത്തെ പ്രാവശ്യമുള്ള പോലെ ഒരു ഗിഫ്റ്റ് ഒന്നും റെഡി ആക്കിയില്ല. പിന്നെ ക്രിസ്മസ് ഗിഫ്റ്റ് ഒന്നും റെഡി ചെയ്തില്ല. ഇതിന് മുമ്പില്ല ഓർമ്മ ഉണ്ടാക്കി. ഇതിന് മുമ്പ് ഓർമ്മ ഉണ്ടാക്കി ക്രിസ്മസിൻ്റെ ഗിഫ്റ്റൊക്കെ റെഡി ആക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നവർ. നമ്മൾ ജസ്റ്റ് ഇതിനുള്ളിൽ ഒന്ന് പോയി ഒന്ന് കണ്ടൊന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം നമുക്ക്. വാ, സാംസങ്ങിൻ്റെ ഷോറൂം. സാംസങ്ങിൻ്റെ AC വാഷിംഗ് മെഷീനൊക്കെ ഈ മുകൾ ഭാഗത്ത് വരുന്നുണ്ട്. സാംസങ് എല്ലാ പ്രൊഡക്റ്റും കൂടെ. ഫോൺ വലിയ സ്ക്രീൻ. നമ്മളെ നാളത്തെ മൾട്ടിപ്ലെക്സ് കാണാനുള്ള വലിയ സ്ക്രീനാണ്. അതായത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫുള്ളായിട്ട് സ്ക്രീൻ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് വാച്ചുകൾ വന്നിട്ട് വാച്ചുകൾ എല്ലാം ഉണ്ട്. എല്ലാ ലാപ്ടോപ്സ്, ഫോണ് നോക്കാം. നമുക്ക് എൻ്റെ അടുത്തുള്ളത് S23 അൾട്രയാണ്. അതൊന്ന് അപ്ഡേഷൻ ചെയ്യാനുള്ള ചെറിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ 24ഉം 25 വലിയൊരു മാറ്റം ഇതിനേക്കാളും ഒന്നും വന്നിട്ടില്ല. നമുക്കുള്ള പോലെ തന്നെ കിട്ടിയിട്ടുള്ളത്.